ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. വീട്ടിൽ വന്ന ഉടനെ തന്നെ നേരെ അമ്മയുടെ പച്ചക്കറീൻ്റെ അടുത്തുള്ളത്, അപ്പോൾ നേരെ അങ്ങോട്ടേക്കാണ് വന്നത്. അപ്പോൾ ചീരയൊക്കെ ഒരുപാട് പൊട്ടിച്ചതിന് ശേഷം ബാക്കി നിൽക്കുന്ന ചീരയാണ് കേട്ടോ. ഇത് വിത്തിൻ്റെ പരുവായി നിൽക്കുന്നു. അപ്പോൾ വിത്ത് നമുക്ക് അടുത്ത വർഷത്തേക്ക് വേണമെങ്കിലും എടുത്ത് വെക്കാമല്ലോ. അപ്പോൾ ഇതാ വിളഞ്ഞ വെണ്ടയ്ക്കയുണ്ട്, പിന്നെ കുഞ്ഞു വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു മീഡിയം സൈസുള്ളൊരു വെണ്ട എടുത്ത് കഴിച്ചു തിന്നു. അതിനൊരു സൂപ്പർ ടേസ്റ്റ് അല്ലേ. നമുക്ക് ഇങ്ങനെ തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ച് കഴിക്കുമ്പോൾ തീരെ നമ്മളൊന്നും വളമൊന്നും കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ ഉണ്ടാക്കുന്ന പച്ചക്കറി എന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു ഭാഗ്യം തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ. എനിക്ക് പെട്ടെന്നൊരു സിനിമ ഓർമ്മ വന്നു. ജഗതി ഏതൊരു സിനിമയിലില്ലേ ഇങ്ങനെ വെണ്ട കഴിക്കുമ്പോൾ അതിലൊരു പുഴു വരുന്ന രംഗം, എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അപ്പോൾ അതിന് ശേഷം പിന്നെ കണ്ടോ വെള്ളരി ബാക്കി മുൻപ് വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ, ഒരുപാട് വെള്ളരി പറിച്ച് കഴിഞ്ഞു. ബാക്കി നിൽക്കുന്നതാണിത്. എന്നാലും കുഞ്ഞു കുഞ്ഞു വെള്ളരി ആടാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. അതിപ്പോൾ ഒരു കുഞ്ഞു വെള്ളരി കേട്ടോ. പിന്നെ അത് കൂടാണ്ട് അമ്മേൻ്റെ വേറൊരു സുന്ദരി ചീര എന്ന് പറയുന്ന ചീര, അത് പുഴു വന്നിട്ട് ഇലയൊക്കെ കണ്ടില്ലേ, ഇല മുഴുവൻ എന്തോ ആയിപ്പോയി. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, പുഴുവാന്ന് തോന്നുന്നുണ്ട്. പിന്നെ വഴുതനേൻ്റെ തൈ നിൽക്കുന്നുണ്ട്, അത് മാറ്റി നട്ടിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് അതൊരു വളർച്ചയില്ലാണ്ടാണ് നിൽക്കുന്നത്. പിന്നെ ഞാൻ നേരെ മാവിൻ്റെ അടുത്തേക്കാട്ടോ പോയത്. അമ്മ അലക്കിയിട്ട് ആറിടുന്നുണ്ട്. അപ്പോൾ മോളിത് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അനിയത്തിൻ്റെ മോനുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര കളിയില്ല. അപ്പോൾ മാവിൻ്റെ അടുത്ത് പോയി അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരും. നമ്മളെ മെയ് മാസ റാണിയില്ലേ, മെയ് മാസത്തിൽ മാത്രം പൂക്കുന്ന മെയ് മാസ റാണി, അത് കണ്ട് ഒന്ന് നൊസ്റ്റു അടിച്ചു. അതിന് ശേഷം നേരെ മാവിൻ്റെ അടുത്തേക്ക് പോയി. കൊക്ക കൊണ്ട് മെല്ലെ എത്തുന്നില്ല എനിക്ക്. ഞാൻ ഒരെണ്ണം പറിച്ച് ഞാൻ വിചാരിച്ചു പഴുത്തതാണെന്ന്, പക്ഷേ പഴുത്തതല്ല കേട്ടോ. അതൊരു നല്ലോണം മൂപ്പെത്തിയൊരു മാങ്ങ, പഴുത്തിട്ടില്ല, പക്ഷെ ഒരു മീഡിയം സൈസ്. പുളിയുള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ അധികം കഴിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 2-3 കടി ഞാൻ കടിച്ച് നോക്കി, പറ്റുന്നുണ്ടോ നോക്കിയതാ. അപ്പോൾ അത് ഒഴിവാക്കി. അതായത് കുറച്ച് കടിച്ച് ഞാൻ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ മോക്ക് കൊടുത്തപ്പോൾ മോക്ക് വേണ്ടെന്നു. അപ്പോൾ നേരെ പോയി ഒരു പഴുത്ത മാങ്ങ കിട്ടി. അപ്പോൾ അത് ഞാൻ തട്ടിയിടുമ്പോഴേക്ക് അത് നിലത്തേക്ക് വീണു. അപ്പം അത് ഞാൻ മുഴുവനായിട്ട് കഴിക്കുന്ന രംഗാട്ടങ്ങളിൽ കാണുന്നത്. മാങ്ങ തീരെ ഇല്ലാണ്ട് മാങ്ങ കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മുഴുവൻ ഞാൻ കഴിച്ചിട്ടോ. നിങ്ങൾ എനിക്ക് മക്കൾക്ക് കൊടുക്കുന്നില്ലേന്ന്. മക്കൾക്ക് പിന്നെ പറിച്ച് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അതുകൊണ്ട് ആ മാങ്ങ മുഴുവൻ ഞാൻ കഴിച്ചു. അല്ലെങ്കിൽ ഒരു മാങ്ങ മുഴുവനൊന്നും പെട്ടെന്ന് കഴിക്കാൻ പറ്റില്ല, മെല്ലെ മെല്ലെ കഴിക്കാൻ പറ്റും. ഇപ്പോൾ വിശപ്പ് നല്ലതുള്ളതുകൊണ്ട് അത് മുഴുവൻ ഞാൻ കഴിച്ചു. ഇത് സ്പീഡിലാണ് കേട്ടോ വീഡിയോ ആക്കിയത്, അല്ലാണ്ട് ഇങ്ങനെയല്ല ഞാൻ കഴിക്കുക.